अच्युतं केशवं कृष्णदामोदरम् गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। अखण्डमण्डलाकारं व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै श्री गुरवे नमः। श्री ब्रह्मानन्दं परमसुगतं केवलं ज्ञानमूर्तिं विश्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वदी साक्षिभूतं भावातीतं त्रिगुणसहितं सद्गुरुं तं नमामि। अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। पुष्पाञ्जलिं समर्पयामि श्री गुरुचरणकमलेभ्यो नमः। നമ്മൾ ഏകദേശം ഒരു മാസമായി കഴിഞ്ഞ ഭഗവത്ഗീത സെഷൻ കഴിഞ്ഞിട്ട്. മാസത്തിലൊന്ന് ധാരാളമാണ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എന്താണ്? അർജുന വിഷാദ യോഗം, എന്താണ് വിഷാദത്തിന് കാരണം. രണ്ടാമത്തെ സാഖ്യയോഗത്തില് എന്താണ് ആത്മാവ്, നീ ശരീരമല്ല ആത്മാവാണെന്ന് പറഞ്ഞു. പിന്നെ കർമ്മയോഗത്തില് എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്. കർമ്മത്തിൽ മാത്രമേ നമുക്ക് നിയന്ത്രണമുള്ളൂ, കർമ്മഫലത്തില് നിയന്ത്രണമില്ല. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഏത് ജ്ഞാനയോഗത്തിലേക്ക് വരുന്നത്. നമ്മള് ഇപ്പൊ ഗുരുപൂജ ചെയ്തു, ഗുരുപൂജ ചൊല്ലി, ഗുരുപൂജയില് ഇറ്റ്സ് എ ട്രഡീഷൻ, ഗുരു പരമ്പര. അപ്പൊ അതിൽ ആദ്യം നമ്മൾ ചൊല്ലുന്നത് സദാശിവ സമാരംഭ. ഈ നോളജ് മുഴുവനും, ഈ അറിവ് മുഴുവനും, അതായത് ഭഗവാൻ കൃഷ്ണനൊക്കെ പറഞ്ഞ ഈ അറിവ് മുഴുവനും ഉള്ളത് ഈ സ്പേസിലാണ്, ഈ ഒരു ആകാശ തത്വത്തിലാണുള്ളത് ആ ജ്ഞാനം മുഴുവനും ഉള്ളത്. അതാണ് ആദി ഗുരു എന്ന് പറയുന്നത്. ആദ്യത്തെ ഗുരു എന്താണ്? ശിവനാണ്. ശിവ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രൂപമില്ല ശിവന്. ഇറ്റ് ഹാസ് നോ ഫോംസ്. നമ്മള് പിക്ചറിലൊക്കെ കാണുന്ന പോലെ മഹേശ്വരന് രൂപമൊന്നുമില്ല, ഇറ്റ്സ് ഫോംലെസ് ആണ്. പക്ഷെ നമുക്ക് ആ ഒരു അർത്ഥം പിടികിട്ടാൻ വേണ്ടിയിട്ട് അതിനൊരു രൂപത്തിലാക്കി മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതില് നിങ്ങൾക്ക് കാണാം ഗംഗ ഇങ്ങനെ ഒഴുകുന്നത് കാണാം, കണ്ടിട്ടുണ്ടല്ലോ പിക്ചറിൽ ഗംഗ ഒഴുകുന്നത്. സോ വാട്ട് ഡസ് ഇറ്റ് സിഗ്നിഫൈസ്? അതെന്താ അർത്ഥമാക്കുന്നത്? ദ ഗംഗ മീൻസ് വാട്ട്? ദ നോളജ്. അപ്പൊ ശിവൻ എന്നാണ് ആ നോളജ് മുഴുവനും. ഈ ഒരു ആകാശ തത്വത്തിൽ എല്ലാ നോളജും ഈ ആകാശ തത്വത്തിലുണ്ട്, ഈ സ്പേസിലുണ്ട് എല്ലാ നോളജും. അതാണ് ശിവതത്വം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് ശിവതത്വം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് അറിവുകള്, വിസ്ഡം ഒക്കെ പ്രവഹിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഗുരു ഏതാണ്? മഹേശ്വരാണ്, ശിവനാണ്. പിന്നെ അവിടുന്ന് എന്ത് ചെയ്യുന്നു? പിന്നെ അവിടുന്നാണ് ഈ നോളജ്. അപ്പൊ കുറെ ഋഷിമാര് എന്ത് ചെയ്തു? ഈ നോളജിനെ ഡൗൺലോഡ് ഫ്രം ദ സ്പേസ്. അവര് ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ബുദ്ധിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. നമ്മുടെ ബുദ്ധിക്ക് എല്ലാ കാര്യങ്ങളും ഗ്രഹിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. അതേപോലെ നമ്മളെ സെൻസസിൽ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ദ്രിയങ്ങളോട് കാണുന്ന കാര്യങ്ങൾക്ക് പരിധിയുണ്ട്, അല്ലെ? കാണുന്നതൊക്കെ ശരിയാവണമെന്നില്ല, കേട്ടതൊക്കെ ശരിയാവണമെന്നില്ല. അപ്പൊ അതോടെ ബുദ്ധിയിലേക്ക് എത്തുന്ന സമയത്ത് ബുദ്ധിക്കും പരിമിതികളുണ്ട്. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും എല്ലാ പരീക്ഷകളും ജയിച്ചിട്ടുണ്ടാവട്ടെ, അല്ലേ? 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് എത്തുന്ന സമയത്താണ് ശരിക്കും നമുക്ക് ബുദ്ധിയുടെ പരിമിതി, എക്സാം ഒക്കെ വരുന്ന സമയത്താണ് നമുക്ക് ബുദ്ധിയുടെ പരിമിതി മനസ്സിലാവുക. അപ്പൊ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. നമ്മളെ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, 6th സെൻസ് എന്നൊക്കെ പറയുന്നത്. അത് ആ സ്പേസുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡൗൺലോഡ് എവറിത്തിങ്. പണ്ടുള്ള ഋഷിമാർക്ക്, ദ ആൻഷ്യന്റ് സയന്റിസ്റ്റ്, ദേ ക്യാൻ ഡൗൺലോഡ് ഫ്രം ദ സ്പേസ്. അപ്പൊ നമ്മളിപ്പോ മൊബൈൽ ഉപയോഗിച്ചിട്ട് എല്ലാം ഡൗൺലോഡ് ചെയ്യുന്നില്ലേ?
ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലോ, കേൾക്കൊക്കെ ചെയ്യില്ലേ? ആ, ഇത് എവിടുന്ന വരുന്നത്? ഡൗൺലോഡിങ് ഫ്രം ദ സ്പേസ്. അപ്പൊ ഈ അറിവുകൾ മുഴുവൻ എവിടെയുള്ളത്? ഈ സ്പേസിൽ ഉണ്ട് അത്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്ക് നമ്മൾ അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധനം ഇല്ലാന്നില്ല. എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോഴും നമ്മൾ ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സ് ചെയ്ത് പ്രജ്ഞാ യോഗ ചെയ്ത കുട്ടികളൊക്കെ അവരോട് ഇന്ന ശ്ലോകത്തിൽ ഇന്ന വേദത്തിലെ ഇന്ന ശ്ലോകം ഡൗൺലോഡ് ചെയ്യുക പറഞ്ഞാൽ അവർ ഡൗൺലോഡ് ചെയ്തു. സോ ദാറ്റ് ഹാസ് ദ കപ്പാസിറ്റി. സി, നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന മൊബൈൽ ഉണ്ടാക്കുന്നത് എവിടുന്നാ? നിങ്ങളിപ്പോ ഡൗൺലോഡ് ചെയ്യുന്ന പല കാര്യങ്ങളും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യുന്ന മൊബൈലില്ലേ, ആ മൊബൈൽ എവിടുന്നാ വന്നത്? നമ്മള് ഉള്ളിന്നാ വന്നത്. അപ്പൊ ആ മൊബൈൽ ഉണ്ടാക്കിയ സാധനം കപ്പാസിറ്റി കുറഞ്ഞതായിരിക്കോ? ഇല്ലല്ലോ. അപ്പൊ അത്രമാത്രം കപ്പാസിറ്റി ചെയ്തിട്ടുണ്ട് നമ്മളെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള സ്പേസ്, ആ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞ കോൺഷ്യസ്നെസ്സിനുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് ഈ ഋഷിമാര് എന്ത് ചെയ്ത് മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ദേ ഹേർഡ്, അവർ കേട്ടു എന്നാ പറയണത്. ഈ ശ്ലോകങ്ങള് വേദങ്ങളൊക്കെ കേട്ടു. അതുകൊണ്ടാണ് ഇതിനെ ശ്രുതി എന്ന് പറയുന്നത്. എന്താ പറയാ? ശ്രുതി മീൻസ് വാട്ട്? ദർ ആർ ടു തിങ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശ്രുതി ആൻഡ് സ്മൃതി. ശ്രുതി എന്ന് പറഞ്ഞ എന്താ? കേട്ടത്. എന്ത് കേട്ടത്? അവർ ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് അവർ കേട്ടു, ആ മന്ത്രങ്ങളെ കേട്ടു. അദ്ദേഹം ഡൗൺലോഡ്. 1000-ഓളം ഋഷിമാരുണ്ടായിരുന്നു. അദ്ദേഹം റൈറ്റ് ഇറ്റ് ഔട്ട്. അവരത് റൈറ്റ് ചെയ്ത് അവരോട് ശിഷ്യന്മാരിലേക്ക് ഉണ്ടായിരുന്നു. then pass it on. അപ്പൊ ശ്രുതി ഒരിക്കലും എന്ത് ചെയ്യില്ല, മാറത്തില്ല. നമ്മൾ പാട്ട് പാടുന്ന സമയത്ത് ഒരു ശ്രുതിയിൽ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പാട്ടൊക്കെ പാടുന്നവർക്ക് അറിയാം, ശ്രുതിയിൽ വെച്ച് കഴിഞ്ഞാൽ ശ്രുതി ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും? ഇല്ല, ശ്രുതി മാറ്റമില്ലാത്തതാണ് ശ്രുതി എന്ന് പറയുന്നത്. പക്ഷെ സ്മൃതിക്ക് മാറാം. ശ്രുതി എപ്പോഴും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പൊ ഈ നോളജ് എന്ത് ചെയ്യുന്നു? പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗുരു പരമ്പര, നാരായണൻ, പത്മഭവം, വസിഷ്ഠ മഹർഷി, വ്യാസം, ശുഗം, ഗൗഡപാദാചാര്യ, ഗോവിന്ദപാചാര്യര്, ശങ്കരാചാര്യര്, അവരുടെ ശിഷ്യന്മാർ. ഈ പരമ്പര ബ്രഹ്മാനന്ദ സരസ്വതി. ഈ പരമ്പരയിലെ ഏറ്റവും അവസാനം ബ്രഹ്മാനന്ദ സരസ്വതി. അതിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് നമ്മുടെ ഗുരു എന്ന് പറയുന്നത്. ഈ ഗുരു വഴിയാണ്, ഈ ട്രഡീഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഈ നോളജ് നിലനിർത്തുന്നത്. ഈ അപൂർവമായിട്ടുള്ള ഉന്നതമായ ഈ നോളജ് നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കുറെ വർഷങ്ങൾക്ക് മുന്നേ, ആൻഡ് വി ഹാവ് ടു എന്ത് ചെയ്യണം? നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യണം. ഓണർ ദ ട്രഡീഷൻ. ആ ഒരു പരമ്പരയെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. നമ്മളെ ഈ ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? തുടങ്ങി അലക്സാണ്ടർ ഗ്രഹാം ബെൽ. എത്ര വർഷം? കുറെ വർഷങ്ങൾക്ക് മുന്നെയാണ് കണ്ടുപിടിച്ചത് അല്ലേ? അതിനുശേഷം, കണ്ടുപിടിച്ചതിന് ശേഷം അതാണ് അതിന്റെ തുടക്കം എന്ന് പറയുന്നത്. അതിനുശേഷം എത്രമാത്രം മോഡിഫിക്കേഷൻ വന്നു എന്ന് ആലോചിക്കുക. നിങ്ങളെ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഫോണിലൂടെ കാണാൻ പറ്റും, കുറെ ദൂരമുള്ള ആൾക്കാരോട് സംസാരിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതമാണ്. 1950 ദൂരമുള്ള ആൾക്കാരായിട്ട്, ഗൾഫിലുള്ള ആളുകളായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, അമേരിക്കയിലെ ഒരാളായിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടി പറ്റുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്ഭുതമാണ്. അത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ കഴിഞ്ഞ സമയത്താണ് നമുക്ക് കണ്ടിട്ട് സംസാരിക്കാൻ പറ്റുന്നൊക്കെ വരുന്നത്. അപ്പൊ ഓരോ കാലഘട്ടത്തിൽ ഒരുപാട് സയന്റിസ്റ്റ് അതിന്റെ മുകളിൽ റിസർച്ച് ചെയ്ത് തന്നെ റിവൈവ് ചെയ്ത് എന്തെങ്കിലും 4G 5G ഒക്കെ ആയിട്ട് മാറണം. ഓരോ ആൾക്കാരുടെയും കോൺട്രിബ്യൂഷൻ അതിനുണ്ട്, ഒരു പരമ്പര തന്നെയുണ്ട്. അതിനൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന പോലെ വി ഹാവ് ടു റെസ്പെക്ട് ദ ട്രഡീഷൻ. ഈ ഒരു പരമ്പരയെ നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. എന്നിട്ട് ജ്ഞാനയോഗത്തിലെ കൃഷ്ണ ഭഗവാൻ അർജുനോട് പറയാണ്, അർജുന, ഞാൻ ഇനി നിന്നോട് പറയാൻ പോണത് എന്താണ്? സുപ്രീം നോളജ് ആണ്, ഉത്തമമായ പരമമായ ജ്ഞാനാണ് നിന്നോട് പറയാൻ പോകുന്നത്. അത് എന്തുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയാൻ പോകുന്നത്? ബിക്കോസ് യു ആർ സോ ഡിയർ ടു മീ. എൻ്റെ ഏറ്റവും അടുത്ത ആത്മസുഹൃത്തായത്, കമ്പാനിയൻ ആയതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. രഹസ്യങ്ങൾ ആരോട് മാത്രമേ പറയത്തുള്ളൂ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരോട് മാത്രമേ പറയത്തുള്ളൂ. ഹയസ്റ്റ് നോളജ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെയൊക്കെ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു നോളജ് ആണ്. അപ്പൊ ആരെ പോലെ ഇരിക്കണം? അർജുനെ പോലെ ഇരിക്കണം. അർജുനൻ വിഷാദയോഗം കഴിഞ്ഞു കേട്ടോ. വിഷാദയോഗത്തിനൊക്കെ പുറത്തേക്ക് വന്നു. സാഖ്യയോഗമൊക്കെ കേട്ട് കുറച്ചൊക്കെ അവയർനെസ്സോട് കൂട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അർജുനൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അറിയുമോ? ദ മീനിങ് ഓഫ് അർജുന ഈസ് വാട്ട്? അനിപടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദ്യം ചോദിച്ചില്ല, നിങ്ങൾ എന്താവും? താടിക്ക് കുത്തിയിട്ട് ഇങ്ങനെ ഉറങ്ങിപ്പോകും ചിലപ്പോൾ. പരമമായ ജ്ഞാനം കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ അഗ്നിയിൽ ചിലപ്പോൾ ആവിയായി പോകും ചില ആൾക്കാർ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് അർജുന? അർജുന മീൻസ് വാട്ട്? തേഴ്സ്റ്റി ഫോർ നോളജ്, ഹംഗ്രി ഫോർ നോളജ്.
അറിവിന് വേണ്ടി കൊതിക്കുന്ന ആൾ, ദാഹിക്കുന്ന ആളാണ് ശരിക്കും ആര് പറയുന്നത്? അർജുനൻ എന്ന് പറയുന്നത്. അത്രമാത്രം ജിജ്ഞാസയോടുകൂടി ഇരിക്കുന്നതുകൊണ്ട് ഈ നോളജ് എനിക്ക് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോവുകയാണ്. ഐ എം ഗോയിങ് ടു ടെൽ യു ദ സീക്രട്ട്. എന്നിട്ട് പറയാണ്, ഈ അറിവ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വിവസ്വനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വിവസ്വനും മനുവിനും ഇക്ഷാകിനും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോ അർജുനന് സംശയം. എന്ത് സംശയം എന്നറിയാവോ? സൂര്യവംശം, അതായത് സൂര്യഭഗവാൻ, മനു, ഇക്ഷാകു എന്നൊക്കെ പറഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ, വിവസ്വനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ജനിച്ചതാണ്. കൃഷ്ണനെ കാണുന്നത് ഞാൻ ഇപ്പൊ കുറച്ച് വർഷങ്ങളെ ആയിട്ടു, അങ്ങ് ഇപ്പോഴാണ് ജനിച്ചിരിക്കുന്നത്. പിന്നെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള മനുവിനും ഇക്ഷാവിനൊക്കെ എങ്ങനെയാണ് ഈ അറിവ് പറഞ്ഞു കൊടുക്കുന്നത്? കൃഷ്ണ, നീ തള്ളു തുടങ്ങല്ലേ. നമ്മളിപ്പോഴത്തെ ലാംഗ്വേജ് ആണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ തള്ളു പറയുന്നത്? അർജുനന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിനെ. പുനർജന്മം ഉണ്ട് എന്ന് പോലും അർജുനന് അറിയത്തില്ല. അപ്പൊ കൃഷ്ണൻ പറയാണ്, അർജുന, നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് പ്രാവശ്യം എവിടെ വന്നിട്ടുണ്ട്? ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് തവണ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് തവണ ജനിക്കാനിരിക്കുന്നു. എനിക്കത് അറിയാം. ഐ നോ ഇറ്റ്, ബട്ട് യു ഡോണ്ട് നോ. യു ഡോണ്ട് നോ ഇറ്റ്, നോട്ട് റിമെമ്പറിങ് ഇറ്റ്. നിനക്കത് ഓർമ്മയില്ല എന്ന് മാത്രമാണ്. നിനക്കത് ഓർമ്മയില്ലാത്തത് കൊണ്ട് നിനക്ക് അത് ഇല്ലാന്നല്ല അർത്ഥം. നിനക്കത് അറിയത്തില്ല, നിനക്കത് ഓർമ്മയില്ല. പക്ഷെ നീ ഇതിനു മുന്നേ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ നിനക്കത് അറിയത്തില്ല, എനിക്കതറിയാം. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. എന്നിട്ട് പറയാണ്, ഈ ഭഗവാൻ എന്നൊക്കെ പറഞ്ഞത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ശിവചൈതന്യം, അതിന് രൂപമില്ല. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാം? രൂപം എടുക്കാൻ വേണ്ടി പറ്റും, രൂപത്തിൽ വരാൻ വേണ്ടി പറ്റും. അവരെ തന്നെ ഉദ്ദേശത്തോടുകൂടി എപ്പോഴാണോ അവർക്ക് തോന്നുന്നത്, ആ ഊർജത്തിന്, ആ ചൈതന്യത്തിന് സ്വയം തീരുമാനിക്കാൻ വേണ്ടി പറ്റും ഏത് ഒരു രൂപത്തിലേക്ക് വരാൻ വേണ്ടി. ഒരു മായയുടെ രൂപത്തിൽ ഒരു മായ ഉണ്ടാക്കിയിട്ട് അവർ തന്നെ മനുഷ്യ രൂപത്തിലേക്ക് വരും. അവരെയാണ് എന്ത് പറയുന്നത്? അവതാരം എന്ന് പറയുന്നത്, അവതരിക്കും എന്ന് പറയുന്നത്. അപ്പോ എവിടെ, എങ്ങനെ, ആർക്ക്, എപ്പം ജനിക്കണം എന്നൊക്കെ ആർക്ക് തീരുമാനിക്കാൻ പറ്റും? അവതരിക്കുന്ന അവർക്ക് തീരുമാനിക്കാൻ പറ്റും. രാമനായാലും കൃഷ്ണനായാലും അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ട് വന്നതാണ്. അവർക്ക് സ്വയം തീരുമാനിക്കാം. പക്ഷെ നമ്മളൊക്കെ എന്താണ്? അവതരിക്കുകയാണോ അല്ല ജനിക്കുകയാണോ ചെയ്യുന്നത്? നമ്മളെ ജനിക്കുകയാണ് ചെയ്യുന്നത്. ജനിക്കുന്ന സമയത്ത് നമുക്ക് എന്തില്ല? നമ്മളെ ചോയ്സ് ഇല്ല. അവിടെ ചോയ്സ് ഉണ്ട് ആർക്ക്? കൃഷ്ണ ഭഗവാനും രാമഭഗവാനും ഒക്കെ ചോയ്സ് ഉണ്ട്. അവർക്ക് എപ്പോ വേണമെങ്കിലും വരാം, എപ്പോ വേണമെങ്കിലും പോവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമുക്ക് എന്തില്ല? വി ഹാവ് നോ ചോയ്സ്. നമ്മൾ വിധിപ്രകാരം വരുന്ന ആൾക്കാരാണ്. ആർക്കാണ് ജനിക്കുന്നത്, എവിടെയാണ് ജനിക്കുന്നത്, എങ്ങനെയാണ് ജനിക്കുക, ആണായിട്ടാണോ പെണ്ണായിട്ടാണോ ജനിക്കുക, എപ്പോ പോവും, ആരെ കല്യാണം, ഇറ്റ്സ് ഓൾ വിധിക്കനുസരിച്ചിട്ട് വരുന്നതാണ്. സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട്? അവതാരവും ആൻഡ് ജനിക്കുക എന്നുള്ളത്. എന്നിട്ട് പറയാണ്, എന്ത്, എപ്പോഴാണ് അവതരിക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് അവതരിക്കുക? കൃഷ്ണ പറഞ്ഞു അവിടെയാണ്. ആ ശ്ലോകം ഒന്ന് കേൾക്കാൻ നമുക്ക്. എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു ശ്ലോകമാണ് കേട്ടോ. ഏത് കൊച്ചു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാലും പറയും. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ മുന്നേ. അപ്പൊ എപ്പോഴാണ് അവതാരങ്ങൾ ഉണ്ടാവുക? എപ്പോഴാണോ ധർമ്മത്തിന്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരതി, എപ്പോഴാണോ ധർമ്മത്തിന്
ഗ്ലാനി സംഭവിക്കുന്നത്, മൂല്യച്യുതികൾ സംഭവിക്കുന്നത് ധർമ്മത്തിനും സത്യത്തിനും നീതിക്കും. DS എന്ന് ഓർത്ത് വെച്ചാൽ മതി. ധർമ്മത്തിനും സത്യത്തിനും നീതിക്കും മൂല്യച്യുതികൾ സംഭവിക്കുന്നത് എപ്പോഴാണോ അഴിമതികൾ ഉണ്ടാവുന്നത്, അരാജകത്വം ഉണ്ടാവുന്നത്, അപ്പോഴൊക്കെ എന്ത് ചെയ്യും? ആരവതരിക്കുന്ന പറയണത്? ഭഗവാൻ അവതരിക്കും. അപ്പോ ഒരു ട്രഡീഷൻ, ഒരു പരമ്പരക്ക് എപ്പോഴാണോ മൂല്യച്യുതികൾ ഉണ്ടാവുന്നത്, എപ്പോഴാണ് അതിന് ക്ഷയം സംഭവിക്കുന്നത്, അപ്പോഴൊക്കെ ഉയർത്താൻ വേണ്ടിയിട്ട് ഓരോ കാലഘട്ടങ്ങളിലും ആരോ വന്നിട്ടുണ്ടാവും. ഓരോ അവതാര ലക്ഷ്യം, ആ ഓരോ അവതരിക്കുന്ന ഓരോ ആൾക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട്. രാമാവതാരത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അതാണ് രാമന്റെ അവതാര ലക്ഷ്യം. എന്താണ്? രാവണനെ നിഗ്രഹിക്കുകയാണ്. അതേപോലെ കൃഷ്ണന് ഒരു അവതാര ലക്ഷ്യമുണ്ട്. അപ്പൊ ഓരോ അവതാരങ്ങൾക്ക് ഓരോ ലക്ഷ്യത്തോടു കൂടി വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ട്രഡീഷനെ നിലനിർത്താൻ വേണ്ടിയിട്ട്. ഓരോ പ്രാവശ്യവും നമ്മളിപ്പോ ഈ ചൈനീസ് വിസ്പർ എന്നൊരു കളി കേട്ടിട്ടുണ്ടോ? ചൈനീസ് വിസ്പർ ഇല്ല. നമ്മള് ആർട്ട് ഓഫ് ലിവിങ്ങിലൊക്കെ ഒരു ഗെയിം കൊടുക്കാറുണ്ട്. എല്ലാ ആൾക്കാരെയും 10 30 എത്ര ആൾക്കാരുണ്ട് വെച്ചാൽ അവരെയൊക്കെ വട്ടത്തിലിരുത്തിയിട്ട് ഒരാളുടെ ചെവിയിൽ ഒരാളെ വിളിക്കും. എന്നിട്ട് വിളിച്ചിട്ട് ചെവിയിൽ ഒരു കാര്യം പറയും. ഒരു സെന്റൻസ് ആയിരിക്കും, എന്തെങ്കിലും ഒരു സെന്റൻസ് പറയും. എന്നിട്ട് എന്ത് ചെയ്യണം? വലിയ ഒച്ചത്തിലല്ലാതെ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ചെവിയിലേക്ക് അത് പറയണം. ഒറ്റ പ്രാവശ്യം പറയാൻ പാടുള്ളൂ, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നിയമമുണ്ട്. അപ്പൊ ചെവിയിൽ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അത് കേട്ടത് എന്താണോ അത് തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ചെവിയിലേക്ക് പറയണം. അങ്ങനെ റൗണ്ട് ചെയ്ത് അവസാനം 30ാമത്തെ ആളുടെ അടുത്തെത്തുന്ന സമയത്ത് അവരോട് ഒച്ചത്തിൽ പറയാൻ വേണ്ടി പറ്റും, എന്താണ് നിങ്ങൾ കേട്ടത് എന്ന് ചോദിക്കും. അപ്പൊ ആദ്യം പറഞ്ഞ ആളും അവസാനം കേട്ട ആളും തമ്മിൽ ഗജാന്തരം വ്യത്യാസമുണ്ടോ? ഒന്നും കുലബന്ധം പോലും ഉണ്ടാവത്തില്ല. ഇതേപോലെ ഒരുപാട് വർഷങ്ങള് ഈ ഒരു നോളജ് ഗുരു പരമ്പര വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടി ഓരോ ആൾക്കാർ വ്യാഖ്യാനം ചെയ്ത് അവസാനം അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമേ ഉണ്ടാവത്തില്ല. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും? ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ക്ലിയർ ആയോ? അപ്പൊ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, അത് വീണ്ടും ആ സത്യത്തിന്റെ ആ റൂട്ട് എന്താണ്, സത്യം എന്താണെന്ന് വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വീണ്ടും ഗുരുക്കന്മാർ. അപ്പൊ അവർക്ക് അനുസരിച്ച് ആ കാലഘട്ടത്തിന് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് അത് രൂപപ്പെടുത്തുന്ന പറയുന്നത്. നമ്മൾ സാധാരണ പറയാറില്ലേ, കുളിപ്പിച്ചിട്ട് കുട്ടിയില്ലാതാക്കി എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ ഓരോ ആൾക്കാർ വ്യാഖ്യാനിച്ച് അർത്ഥ തലങ്ങൾ തന്നെ മാറി, ഒരുപാട് മാറിയിട്ടുണ്ട്. അതിന്റെ കൂടെ വന്നതാണ് ഈ എന്താ പറയാ ഒരു വാക്കുണ്ടല്ലോ, എന്താണ്? അന്ധവിശ്വാസങ്ങൾ എന്ന് പറയില്ലേ. ഈ ബലി കൊടുക്കുക, മൃഗങ്ങളെയൊക്കെ ബലി കൊടുക്കുക എന്നൊക്കെ പറയണത് എന്താണ്? അതിന്റെ കൂടെ വന്ന് ഒരുപാട് ദുരാചാരങ്ങളാണ് ആൾക്കാർ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? മാറ്റണം. അപ്പൊ ഓരോന്നിനനുസരിച്ചിട്ട് ഓരോ ഗുരുക്കന്മാർ എന്ത് ചെയ്യും? അതിനെ ഒരു പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തും. അപ്പൊ എല്ലാറ്റിനും ഇപ്പൊ സംഗീതമായി കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവും, നൃത്തമായി കഴിഞ്ഞാൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവും. അതേപോലെ ഈ ഓരോ ഗുരുക്കന്മാരും പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തും. അതുകൊണ്ടാണ് നമ്മളെ ഗുരു ഈ മോഡേൺ യുഗത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നത്? ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ എന്തൊക്കെയുണ്ട്? നോളജ് വീണ്ടും റിവൈവ് ചെയ്തു, അറിവുകൾ വീണ്ടും റിവൈവ് ചെയ്തു. പണ്ട് പറഞ്ഞ 5250 വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞ ശ്ലോകമായിട്ടാണ് അന്ന് ചൊല്ലിയത്, വിശദീകരിച്ചിട്ടില്ല. ആ ശ്ലോകം മതിയായിരുന്നു. അതിനെ വീണ്ടും എന്ത് ചെയ്തു? ഗുരു വീണ്ടും റിവൈവ് ചെയ്തു, അതിന്റെ എക്സ്പാൻഷൻ കൊടുത്തു, നോളജ്. പിന്നെ പൂജാവിധികള് അതിന്റെ പെർഫെക്റ്റ് ആയിട്ട് സയന്റിഫിക് ആയിട്ട് എന്ത് ചെയ്യുക? പൂജകളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയ വേദാഗമ പാഠശാല. ഇപ്പൊ എത്രയോ കുട്ടികൾ ആശ്രമത്തിൽ പഠിച്ചുകൊണ്ട് വേദങ്ങൾ പഠിച്ചുകൊണ്ട് പൂജാവിധികള് റിവൈവ് ചെയ്തു. പിന്നെ രണ്ടാമത് എന്ത് ചെയ്തു? നമുക്ക് വീട്ടിൽ ചെയ്യാൻ വേണ്ടി പറ്റിയ ഗുളിക രൂപത്തിലെ പ്രാണായാമവും സുദർശന. പണ്ട് വന്നത്, ഇതിനു മുന്നേ വന്നത് സുദർശന ചക്രമായിട്ടാണ്. ദിസ് ടൈം വിത്ത് സുദർശന ക്രിയ. ദാറ്റ്സ് എ ഡിഫറെന്റ്. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ടു റിവൈവ് ദാറ്റ്, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുത്തു, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നത്. അപ്പൊ എന്താണ് ഒരു കാലഘട്ടം അനുയോജ്യമായത് എന്താണോ അങ്ങനെ എന്ത് ചെയ്യും? ഗുരു അതിനെ മാറ്റി നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നു. ദിസ് ഇസ് വാട്ട് എ ഗുരു ഡസ്. ഗുരു പരമ്പര. ഒരു പരമ്പര നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവസ്ഥ എന്താണെന്ന് അറിയോ? ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒന്ന് ആലോചിക്കുക. ഈ മുഗളന്മാരും അതേപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഇന്ത്യയെ ആക്രമിക്കാനുള്ള കാരണം എന്താണ്? ദരിദ്ര രാജ്യമായതുകൊണ്ടാണ് ഇന്ത്യ. ഒന്നും പട്ടിണിയും പരിവട്ടായതുകൊണ്ട് ഇന്ത്യ നല്ല സമ്പുഷ്ടമായിരുന്നു എല്ലാ കാര്യത്തിലും. അത്
എത്രയോ കുട്ടികള് വിദേശത്ത് നിന്നൊക്കെ എത്രയോ ആൾക്കാർ 10,000-ൽ മുകളിൽ വിദ്യാർത്ഥികൾ ഇന്ത്യയിലും തക്ഷശിലയിലും നളന്ദയിലൊക്കെ വന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുന്നേ ഫേസ്ബുക്കിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഒരു 25,550 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഒരു ശിവന്റെ ഒരു വിഗ്രഹം കാലിഫോർണിയയിൽ നിന്ന് കിട്ടിയത്, ഒരു അതിന്റെ കാർബൺ ഡേറ്റിംഗ് പ്രകാരം. അപ്പൊ അന്ന് അവർക്ക് മെറ്റലർജിക്ക് അറിയാം. അത്രയും സമ്പുഷ്ടമായിരുന്നു അറിവ് കൊണ്ടും സമ്പത്ത് കൊണ്ടും ധനം കൊണ്ടും ധാന്യം കൊണ്ടും പല വ്യഞ്ജനങ്ങൾ കൊണ്ടൊക്കെ. അതുകൊണ്ടാണ് ഇന്ത്യയെ അവർ ആക്രമിച്ചത്. ആ അക്രമത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ലണ്ടൻ മുഴുവൻ നിർമ്മിച്ചത് ഇന്ത്യയിലെ പൈസ കൊണ്ടായിരുന്നു. ഇവിടുന്ന് അടിച്ചു കൊണ്ടുപോയ പൈസ കൊണ്ടാണെന്നാ പറയണത്. അത്രമാത്രം ധനം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അത്രമാത്രം ആ ഒരു റൂട്ട് അത്രമാത്രം സ്ട്രോങ് ആയിരുന്നു. പക്ഷെ എന്നിട്ടും നമ്മൾ എന്ത് ചെയ്തു, ഭാരതം പിടിച്ചിരുന്നു. കാരണം അത്രമാത്രം ശക്തി ഉണ്ട്, അതിന് പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ഉണ്ട്. അപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത്, ഒരുപാട് നെഗറ്റീവായ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ട് കാണും, ഒരുപാട് അഴിമതികൾ അതൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഗുരുക്കന്മാർ വീണ്ടും വരും. അവര് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, മൊത്തം ഒന്ന് കലങ്ങാൻ തുടങ്ങും. കലങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും, പല കാര്യങ്ങളൊക്കെ പൊങ്ങി പൊങ്ങി വരാൻ തുടങ്ങും. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നോക്കി എത്ര സാധനങ്ങളാണ് അഴിമതി എല്ലാ കാര്യങ്ങളും. അപ്പൊ അവർ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യാന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. എങ്ങനെയാണ് ഒരു ഗുരു വർക്ക് ചെയ്യുന്നത്, ഫാഷൻ, നമ്മൾ പണ്ട് കാലത്ത് ഓടക്കുഴലും വെച്ചിട്ട് കിരീടം വെച്ച കൃഷ്ണനല്ല. ദ ഫാഷൻ കീപ്പ് ഓൺ ചേഞ്ചിങ്. ഫാഷൻ മാറുന്ന രീതികൾ മാറി വരും. സോ മെനി CCTV ക്യാമറ. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും ഗുരുവിനെ വരാൻ വേണ്ടി പറ്റും. അപ്പൊ ട്രഡീഷൻ, അപ്പൊ 3 കാര്യങ്ങളാണ്. ഒന്ന് റിവൈവ് ചെയ്യുക, റീജുവനേറ്റ് ചെയ്യുക, റിഫോം ചെയ്യുക. അപ്പൊ ഏത് കാര്യം ആയിക്കഴിഞ്ഞാലും, സയൻസ് ആയിക്കഴിഞ്ഞാലും, പണ്ട് കാലത്ത് മൊബൈലൊക്കെ ഓർമ്മയുണ്ട്, എസ്കോട്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇന്ന് കേൾക്കാനുണ്ടോ അത്? ഇല്ല. അപ്പൊ കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലേണ്ടാവും, നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അതേപോലെ ട്രഡീഷൻ എന്ത് ചെയ്യണം, സംസ്കാരം എന്ത് ചെയ്യണം, കാലത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് മെല്ലെ മെല്ലെ നശിച്ചു പോകും. ഏതാണോ റിലീജിയൻ ആയിക്കോട്ടെ, എന്താണോ നമ്മൾ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താത്തത്, പക്ഷെ ഒന്നും മാറത്തില്ല, ശ്രുതി മാറത്തില്ല, പക്ഷെ സ്മൃതി എന്ത് ചെയ്യണം, കാലത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ടില്ലെങ്കിൽ അത് മെല്ലെ മെല്ലെ നശിച്ചു പോകും. അപ്പൊ ഗുരുവിന്റെ ഉദ്ദേശം എന്താണ്? ടു റിവൈവ്, റിജുവിനേറ്റ്, റിഫോം ദ ട്രഡീഷൻസ്. ആ റൂട്ട് പോയി കഴിഞ്ഞാൽ സർവവും നശിച്ചു പോകുന്ന പറയുന്നത്. ഒരു മരത്തിന് അതിന്റെ വേര് ക്ഷീണിച്ചു കഴിഞ്ഞാല്, വേര് അറ്റു പോയി കഴിഞ്ഞാല് പിന്നെ മുകളില് ഇലകൾ നിൽക്കത്തില്ല. എപ്പോഴാണോ അതിന്റെ റൂട്ടിന് ക്ഷയം സംഭവിക്കുന്നത്, അപ്പോഴാര് വരും, ഗ്ലാനി സംഭവിക്കുന്നത്, ഗുരു അവതാരമെടുക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അത് അടുത്ത ശ്ലോകത്തിൽ പറയണ്ടേ, കേട്ടുനോക്കാം. So what happens? परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय संभवामि युगे युगे. परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय संभवामि युगे युगे. Yes sir, another famous. അപ്പൊ എന്തിനാണ് ഗുരു അവതരിക്കുന്നത്? ഒന്ന്, ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ധർമ്മം പുനഃസ്ഥാപിക്കുക? ഒന്ന്, പരിത്രാണായ സാധൂന. ആരൊക്കെയാണോ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നത്, നല്ല ജനങ്ങളെ, നിഷ്കളങ്കരെ, അവരൊക്കെ എന്ത് ചെയ്യും, സംരക്ഷിക്കപ്പെടും. വിനാശായ ചതുഷ്കൃത. ആരൊക്കെയാണോ അധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നത്, അവരൊക്കെ എന്ത് ചെയ്യും, നിഗ്രഹിക്കപ്പെടും, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യപ്പെടും. ഇപ്പൊ സാധാരണ നോക്കൂ, ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്ന ആരാണ്? നല്ലതിന്, സത്യത്തിന് വേണ്ടി, സത്യത്തിനും ധർമ്മത്തിനും നീതിക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്, അല്ലെ? അവർക്കില്ലാത്ത ദ്രോഹം മുഴുവൻ ആൾക്കാർ ആരും
എല്ലാ ആൾക്കാരും ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരെ എപ്പോഴൊക്കെയാണോ കഷ്ടപ്പെടുന്നത് അവരെയൊക്കെ എന്ത് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് വരും? ഭഗവാൻ ഉദ്ധരിക്കുന്ന പറയണത്, ജനിക്കുന്ന പറയണത്. അപ്പോ കുറെ വർഷങ്ങൾക്ക് മുന്നേ 2004 അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യപ്പെടും. ആൾക്കാർ എന്ത് ചെയ്യും? ഗുരു എല്ലാവരും നിഗ്രഹിക്കണമെന്നില്ല കേട്ടോ. കുറെ ആൾക്കാർ ഒരു ഗുരു വരുന്ന സമയത്ത് ഒരുപാട് ലക്ഷക്കണക്കിന് അധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യാം? ധർമ്മത്തിന്റെ പാതയിലേക്ക് വരും. അപ്പോ 2004 ഗുരുജി കോഴിക്കോട് വരുന്ന സമയത്ത് നമ്മളൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതിൽ എത്ര പേരുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്? വന്ന സമയത്ത് അവിടെ ഒരു റഷീദ് പറഞ്ഞിട്ട് ഒരാള് അവസാനം സംസാരിക്കാനുണ്ടായിരുന്നു. റഷീദ് പറഞ്ഞിട്ട് അപ്പൊ അദ്ദേഹം പരിചയപ്പെടുത്തി കഴിഞ്ഞത് ഞാനൊരു തീവ്രവാദിയായിരുന്നു, കാശ്മീരിന് വേണ്ടി യുദ്ധം ചെയ്ത തീവ്രവാദിയായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരു ആർട്ട് ഓഫ് ലിവിങ് ടീച്ചറുടെ നിർദ്ദേശപ്രകാരം ഞാൻ എന്ത് ചെയ്തു? കോഴ്സ് ചെയ്തു. അതിനുശേഷമാണ് ശരിക്കും എനിക്ക് മനസ്സിലായത് ഇതല്ല മാർഗം എന്നുള്ളത്. ഇതിനേക്കാളും മനോഹരമായ മാർഗം ഉണ്ട് എന്ന് മനസ്സിലായത് അതാണ്. അപ്പൊ ഒരു ഗുരു ഈ നമ്മൾ ഈ പറയുന്ന സാധനത്തിലൂടെയൊക്കെ ഈ നോളജിലൂടെയും ധ്യാനത്തിലൂടെയൊക്കെ പോണ സമയത്ത് എത്ര വളരെ മനോഹരമായിട്ടാണ് ഓരോ ആൾക്കാരെയും ട്രാൻസ്ഫോം ചെയ്യുന്നതൊക്കെ. ഓരോ ആൾക്കാരെയും അപ്പൊ ധർമ്മത്തിന്റെ പാതയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഗ്യാരണ്ടീഡ് ആണ് എന്ത് സംരക്ഷിക്കപ്പെടുന്നുള്ളത്. കുറച്ച് കഷ്ടപ്പാടുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നായാലും എന്ത് ചെയ്യണം? എത്ര കഷ്ടപ്പാടുണ്ടായി കഴിഞ്ഞാലും അതിൽ നിന്ന് അണുകിട വ്യതിചലിക്കാൻ വേണ്ടി പാടില്ല. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കൂ. ഇപ്പൊ ഒരാളെ റിട്ടയർ ചെയ്യാനായി 10-25 വർഷം സർവീസിലുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഇതുവരെ അധർമ്മത്തിന്റെ ഒരു പാതയിൽ അദ്ദേഹം സഞ്ചരിച്ചിട്ടേ ഇല്ല. വിരമിക്കാനാവുന്നതിന് തൊട്ട് ഒരാഴ്ച മുന്നേ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു 500 രൂപ കൈക്കൂലി വാങ്ങിച്ചു. സംഭവം ഉണ്ടാക്കി പറയുന്ന കേട്ടോ. കൈക്കൂലി വാങ്ങിച്ചു വിചാരിച്ചു. അത് പിടിക്കുകയും ചെയ്തു. അപ്പൊ അയാളുടെ ജീവിതത്തിലെ 99.99% എന്തായിരുന്നു? ധർമ്മത്തിന് വേണ്ടി നിന്നെയാണ്. പക്ഷെ ആ 500 രൂപ വാങ്ങിയത് കൊണ്ട് എന്തായി? കൈക്കൂലി വാങ്ങിയതുകൊണ്ട് എന്തായി? അത്രയും കാലം ചെയ്ത ധർമ്മത്തെ മൊത്തം എന്ത് ചെയ്തു? അപ്പൊ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും എന്ത് ചെയ്യരുത്? ധർമ്മം വിടാൻ വേണ്ടി പാടില്ല. ധർമ്മത്തിൽ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. അധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് ആദ്യമൊക്കെ ചെറിയ ചെറിയ സുഖങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും, സന്തോഷം കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ എന്ത് ചെയ്യും? അവസാനം 8-ന്റെയോ 16-ന്റെയോ പണിയൊക്കെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് കിട്ടും. tell you a story. ഉറങ്ങാനില്ലല്ലോ? ഇല്ല. So there is a beautiful story. അതെ, നമ്മളെ സുദാമ അറിയാമോ? സുദാമ അറിയാം. കുചേല് സുദാമയും കൃഷ്ണനും അല്ലെങ്കിൽ കുചേലനും തമ്മില് ആത്മമിത്രങ്ങളായിരുന്നു. ഒരു സാന്ദീപനി മഹർഷിയുടെ കൂടെ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പഠിക്കുന്ന സമയത്ത്, ഗുരുകുല വിദ്യാഭ്യാസ സമയത്ത് പഠിക്കുന്ന സമയത്ത് സുദാമ കൃഷ്ണന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അപ്പൊ കൃഷ്ണൻ ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്, എനിക്ക് എപ്പോഴാണോ എന്റെ ആവശ്യം വരുന്നത് അപ്പോഴൊരു വിളി മതി, ഞാൻ നിന്നെ അടുത്തെത്തിക്കോളാം എന്ന് സുദാമക്കൊരു വാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ സുദാമ ബ്രാഹ്മണനാണ്. ബ്രാഹ്മണന്റെ ഉദ്ദേശം എന്താണ്? വിദ്യ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ തിരിച്ചവര് വിദ്യാഭ്യാസത്തിന് ശേഷം, ഗുരുകുല വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം നാട്ടിൽ തിരിച്ചെത്തി കല്യാണമൊക്കെ കഴിച്ച്, സുദാമ കല്യാണമൊക്കെ കഴിച്ച് 4 കുട്ടികളുണ്ട്. ഭാര്യയുടെ പേരെന്താണ്? വസുന്ധര എന്നാണ് ഭാര്യയുടെ പേര്. അപ്പൊ അങ്ങനെ പട്ടിണിയും പരിവട്ടാണ്. കുറച്ചും കൂടെ ഡീറ്റെയിൽ അടുത്ത കഥയിൽ പറയാം കേട്ടോ. പട്ടിണിയും പരിവട്ടാണ്. ചിലപ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴേക്കേ ഭക്ഷണമൊക്കെ കിട്ടുള്ളൂ. അവരുടെ ധർമ്മം എന്ന് പറഞ്ഞാല് ബ്രാഹ്മണന്റെ ധർമ്മം. അവിടെ സുദാമയുടെ ധർമ്മം എന്താണ്? അറിവ് പറഞ്ഞു കൊടുക്കലാണ്. എന്താണ്? അറിവ് പറഞ്ഞു കൊടുക്കുക. അറിവ് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഭിക്ഷ യാചിക്കാൻ വേണം. ഭിക്ഷാടനം വെച്ച് പോകും. 5 വീടുകളിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. 5 വീടുകളിൽ നിന്ന് കിട്ടിയാൽ കിട്ടി. ചിലപ്പോൾ ആട്ട് കിട്ടും, ചിലപ്പോൾ ഭക്ഷണം കിട്ടും, ചിലപ്പോൾ അരി കിട്ടും, എന്തെങ്കിലുമൊക്കെ കിട്ടും. ചിലപ്പോൾ 5 വീടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ 6ാമത്തെ വീട്ടിൽ പോവാൻ വേണ്ടി പാടില്ല. 5 വീട്ടിൽ നിന്ന് അരി കിട്ടിയില്ലെങ്കിൽ അന്ന് തീർന്നു, 6ാമത്തെ വീട്ടിൽ പോകാൻ പാടില്ല. 2 വീട്ടിൽ നിന്ന് കിട്ടിയാൽ 2 വീട്ടിൽ നിന്ന് വാങ്ങിക്കാം. 6ാമത്തെ വീട്ടിൽ കയറുന്നത് അധർമ്മമാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് മിക്കവാറും വീട്ടിലെന്തായിരിക്കും? പട്ടിണിയും പരിവട്ടൊക്കെ ആയിരിക്കും. ആകെ ഒരു ഡ്രസ്സ് ഉണ്ടാവും, കീറിപ്പറഞ്ഞ ഒരു ഡ്രസ്സൊക്കെ ഉണ്ടാവും. വളരെ കഷ്ടപ്പാടാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ചക്രധരൻ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന് ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം ബ്രാഹ്മണനാണ്. അപ്പം ഈ സുദാമയുടെ അവസ്ഥ കണ്ടിട്ട് വളരെയധികം വിഷമായിട്ട് സുദാമയുടെ വീട്ടിൽ പോയിട്ട് ഭാര്യയോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും സുദാമയെ
അവർ താമസിക്കുന്ന രാജ്യത്ത് ഒരു രാജാവുണ്ട്. ആ രാജാവിനെ പോയിട്ട് പ്രശംസിച്ചാൽ മതി. നന്നായിട്ടൊന്ന് കവിതയൊക്കെ ഒന്ന് പാടിക്കൊടുത്താൽ രാജാവിനെ പ്രശംസിച്ചിട്ട് ഒരു കവിതയൊക്കെ എഴുതി കൊടുത്താൽ ഇഷ്ടം പോലെ പണം കിട്ടും, സ്വർണ്ണപ്പണം കിട്ടും, വെള്ളി നാണയമൊക്കെ കിട്ടും. അപ്പൊ ഭാര്യ ഒരുപാട് നിർബന്ധിച്ചു, നിങ്ങളൊന്ന് പോയി പാടും, ഒരു 2-3 വരി പാടിയാൽ പോരെ, നമ്മളെ ദാരിദ്ര്യം മുഴുവനും പോവും. പക്ഷെ കുചേലൻ സമ്മതിക്കില്ല, സുധാമ സമ്മതിക്കില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാവോ? അവിടെ ഈ രാജാവ് എന്ന് പറയുന്നത് അധർമ്മത്തിലാണ്. പെണ്ണ് പിടിയും കേസും, വൈകുന്നേരം ആവുന്ന സമയത്ത് നന്നായിട്ട് മദ്യപിക്കും, അങ്ങനെയുള്ള ഒക്കെ അധർമ്മത്തിൽ ജീവിക്കുന്ന രാജാവാണ്. അപ്പൊ അവരെയാണ് പോയിട്ട് എന്തിന് ചക്രധരൻ പറയുന്നത് സുധാമയോട് എന്ന് പറയുന്നത്, നീ അദ്ദേഹത്തെ ഒന്ന് നന്നായിട്ട് പ്രശംസിച്ചാൽ മതി, കിട്ടേണ്ടൊക്കെ കിട്ടും ഇഷ്ടംപോലെ, എന്റെ ദാരിദ്ര്യം മുഴുവനും പോവും, അറ്റ്ലീസ്റ്റ് 3 നേരങ്ങളും ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റും. സുധാമ ഒരിക്കലും സമ്മതിക്കില്ല. എന്ത് കഴിഞ്ഞ് സംഭവിച്ചു കഴിഞ്ഞാലും എന്തായാലും ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അവസാനം ഭാര്യയുടെ നിർബന്ധ പ്രകാരം ചക്രധരൻ ഈ സുധാമയും കൂട്ടിയിട്ട് രാജസന്നിധിയിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ പോണ സമയത്ത് കാണുന്നത് മൂക്കറ്റും വെള്ളമടിച്ചിട്ട് സ്ത്രീകളുടെ ഇടയിൽ കിടക്കുന്ന രാജാവിനെയാണ് കാണുന്നത്. ഇതൊക്കെ കാണുന്ന സമയത്ത് സുധാമക്ക് നിക്കക്കില്ല, ഒരു രക്ഷയില്ല, ഇതൊന്നും കണ്ടിട്ട് ശീലമേ ഇല്ല. അപ്പൊ രാജാവിന് പെട്ടെന്ന് ചക്രധരൻ മിക്കവാറും രാജസന്നിധിയിൽ ഉണ്ടാവുന്നതാണ്. അപ്പോ ചക്രധരനോട് പറഞ്ഞു, ഒരു പാട്ട് പാടും, ഒരു ഭജന പാടും, എന്നെ പ്രശംസിച്ചിട്ട് പാട്ട് പാടാമെന്ന് പറഞ്ഞു. അദ്ദേഹം നന്നായിട്ട് പ്രശംസിച്ചിട്ട് പാട്ടൊക്കെ പാടി ഒരുപാട് സ്വർണ്ണ നാണയവും സ്വർണ്ണക്കിഴികളൊക്കെ ചക്രധരന് കൊടുത്തു. അടുത്ത ഊഴാടുകയാണ് സുധാമയുടെ ഊഴാണ്. സുധാമയെ നിർബന്ധിച്ചിട്ട് പല പണിയും നോക്കി സുധാമയോട് ചൊല്ലാൻ വേണ്ടിയിട്ട്. ഒരു ചൊല്ലുന്നില്ല. എനിക്ക് പറ്റത്തില്ല, എന്റെ വാക്കിൽ ആകെ വരുന്നത് ഹരി എന്നാണ്, ഭഗവാനെ പ്രശംസിച്ചിട്ട് മാത്രമേ എനിക്ക് പാട്ട് പാടാൻ വേണ്ടി പറ്റൂ. അപ്പൊ കൊണ്ടുവന്ന ചക്രധരന് ആകെ കെണിഞ്ഞുപോയി. കാരണം രാജാവിനെ പ്രശംസിക്കാൻ വേണ്ടിട്ട് കൂട്ടിയിട്ട് വന്നതാ, ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അവസാനം നിർബന്ധിച്ച് കൈക്കൊക്കെ ഒരു നുള്ളൊക്കെ കൊടുത്ത് എല്ലാം പാടിപ്പിച്ചു. അപ്പൊ പാടിയതാണെങ്കിലോ രാജാവിനിട്ട് കൊട്ടോട് കൊട്ട്. കൊട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ രാജാവിന്റെ തുണി എന്താ അഴിഞ്ഞു പോണ അവസ്ഥയിൽ അങ്ങനത്തെ കൊട്ടാണ്. നീ എന്തൊരു മൂഢനാണ്, മടയനാണ് എന്നൊക്കെ പറഞ്ഞ രാജാവിനെ വിളിക്കുന്നത്. ഹരിനാമം ചൊല്ലേണ്ട സമയത്തില് മദ്യവും മദ്രാശയൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാല് എന്തൊരവസ്ഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉപദേശിച്ച് കേട്ട ഉടനെ രാജാവിന് കലിയങ്ങ് വന്നു. എന്നിട്ട് പറഞ്ഞു, തലവെട്ടാൻ പറഞ്ഞു. അപ്പൊ അവസാനം ചക്രധരൻ കൊണ്ടുവന്ന സുഹൃത്തെ എങ്ങനെയൊക്കെയോ അപേക്ഷ, അദ്ദേഹം 2-3 ദിവസമായി പട്ടിണിയിലാണ്, ഭക്ഷണം കഴിച്ചില്ല. അതിന്റെ ആ ഒരു അവസ്ഥ കൊണ്ടാണ് ഇങ്ങനെ അയാളെ വായിന്ന് അങ്ങനെ വീണു പോയത്, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് രാജാവ് ക്ഷമിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തെ പോയിട്ട് കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചവിട്ടി അങ്ങ് വിട്ടോളാൻ പറഞ്ഞു. ഒരുപാട് പടവുകളുണ്ട്. ഇപ്പൊ പടന്മാരൊക്കെ വലിച്ചു കൊണ്ടുപോയി ആ കൊട്ടാരത്തിന് മുകളിൽ നിന്ന് ആ പടവ് ചവിട്ടി മുകളിലേക്ക് താഴത്തേക്ക് ഇടുകയാണ്. ഇതൊക്കെ കണ്ടോണ്ട് ആരിയ്ക്കുന്നുണ്ട്? കൃഷ്ണൻ അവിടുന്ന് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് രുക്മിണിയോട് പറയണ്ട്, ഇത് സുധാമയുടെ അവസാനത്തെ പരീക്ഷണാണെന്നാ പറഞ്ഞത്. ദാരിദ്ര്യം അങ്ങനെ അങ്ങേയറ്റത്തിലാണ്. 2 വാക്ക് പറഞ്ഞാൽ മതി. അധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന ആ രാജാവിനെ 2 വാക്കുകൊണ്ട് പ്രശംസിച്ചാൽ തീർന്നു, മുഴുവനും ദാരിദ്ര്യം മുഴുവൻ തീരും, സ്വർണ്ണ കിഴി മുഴുവനും കിട്ടും. പക്ഷെ അതിന് പോലും ആര് തയ്യാറായിട്ടില്ല? സുധാമ തയ്യാറായിട്ടില്ല, കുചേലൻ തയ്യാറായിട്ടില്ല. കാരണം എന്താണ്? അധർമ്മത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ പ്രശംസിക്കുന്നതും എന്ത് തന്നെയാണ്? അധർമ്മം തന്നെയാണ്. ബാക്കി വേറൊരു കഥയും കൂടി ഉണ്ട്, അത് വേറൊരു ദിവസം പറയാം കേട്ടോ, ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്. അപ്പൊ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, എത്ര തന്നെ പ്രലോഭനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അധർമ്മത്തിന്റെ വഴിയെ പോവാൻ വേണ്ടി പാടില്ല. എന്ത് ചെയ്യും? get the punishment. അത് അധോഗതിയും വെള്ളിയാഴ്ചയായിരിക്കും. സോ നെവർ എവർ. രണ്ടാമത്തെ എന്താണ്? ആരൊക്കെയാണോ അധർമ്മത്തിന്റെ പാതയില്, അനീതിയുടെ പാതയിലൊക്കെ നിൽക്കുന്നത്, അവരൊക്കെ ഒന്നിക്കൽ ട്രാൻസ്ഫോം ചെയ്യപ്പെടും, അല്ലെങ്കിൽ നിഗ്രഹിക്കപ്പെടും, എലിമിനേറ്റ് ചെയ്യപ്പെടും, റിമൂവ് ചെയ്യപ്പെടും. എന്നിട്ട് എന്ത് ചെയ്യും? ധർമ്മം നിലനിർത്തും. അത് ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ടില്ല, എന്തൊക്കെയാണ് രീതിയിൽ. ഇപ്പൊ നോക്കി, നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ എന്താണ് ചെയ്യുന്നത്? ഒരു കളവ് പോലും ഇപ്പൊ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുമോ? ഒരു ഗുരു വരുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് അറിയാവോ? ഗുരുവിന്റെ മസിൽ പവർ ഉണ്ടല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മളെ ഗുരുദേവ് എന്ന് പറയുന്നത് ചെറിയൊരു മനുഷ്യനാണ് കണ്ടു കഴിഞ്ഞാൽ, അല്ലേ? അപ്പൊ മസിൽ പവർ കണ്ട് അല്ല ഗുരുക്കന്മാർ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, സങ്കല്പ ശക്തിയാണ്.
ആ ഗുരു ഒരു സങ്കല്പം വെച്ചിട്ടുണ്ട്. ആ സങ്കല്പമാണ് എന്ത് ചെയ്യുന്നത്, മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഏത് രീതിയിലാണ് ഗുരു സങ്കല്പം പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ വേണ്ടി പറ്റില്ല. അത് ചിലപ്പോൾ CCTV ക്യാമറയുടെ രൂപത്തിൽ വരും, ചിലപ്പോൾ ഫേസ്ബുക്കിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം തരും. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ഒരു കാര്യം പോലും ഒളിപ്പിച്ച് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ പീരിയഡ്. ഗുരുജി തന്നെ പറഞ്ഞ എന്താണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ പീരിയഡ് ആണ്. കുറച്ചു കാലം, കുറച്ച് നാളുകൾ ഇതേപോലെ തുടരും. പക്ഷെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആർക്ക് ധർമ്മത്തിന്റെ പാതയിൽ നിൽക്കുന്ന ഒരാൾക്കും ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല. യു വിൽ ബി പ്രൊട്ടക്റ്റഡ്. അതൊരു ഗുരു വരുന്ന വാക്കാണ്. എത്രയോ പ്രാവശ്യം ഗുരു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ തൊടുകയേ ചെയ്യില്ല. ആരാണോ ധർമ്മത്തിന്റെ പാതയിൽ നിൽക്കുന്നത് അവർക്ക് ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല. ആരാണോ അധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നത് നോക്കണ്ട, വിൽ ബി ഫിനിഷ്ഡ്. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ. അപ്പൊ അങ്ങനെ ഒരു ഗുരു വരുന്ന സമയത്ത് നമ്മൾ ആരെ കൂടെ നിൽക്കണം? ഗുരുവിന്റെ കൂടെ നിൽക്കണം. നമ്മൾ ആ ധർമ്മത്തിന്റെ തൂണുകളായിട്ട് നിൽക്കണം. യെസ്. കൃഷ്ണ അർജുനോട് പറയാണ്, ഏത് പ്രവൃത്തി ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും, കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തും, ജീവിതവും കർമ്മങ്ങളൊക്കെ എന്ത് ചെയ്യുക, സ്വയം സമർപ്പിക്കുന്ന ആൾക്കാര് സമർപ്പിച്ച് ചെയ്യണം. സമർപ്പണ ഭാവത്തോടുകൂടി ആരൊക്കെയാണോ കർമ്മങ്ങൾ ചെയ്യുന്നത്, ജീവിതം ജയിക്കുന്നത്, അവര് they will attain me. അവർ എന്നെ ആശ്രയിക്കുന്നവർ എന്റെ അടുത്തേക്ക് എത്തും. അങ്ങനെ ഇതിനു മുന്നേ ജീവിച്ച കുറെ ആൾക്കാര് ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിച്ചിട്ട് they comes to me, take refuge in me. ടേക്ക് റെഫ്യൂജ്. അഭയാർത്ഥികളാവുക. അഭയാർത്ഥി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? മോശമായിട്ടുള്ള ഒരു വാക്കാണ്. എന്താ അഭയം എന്ന് പറഞ്ഞ അർത്ഥം? എന്താണ് മീനിങ് ഓഫ് അഭയ? ഭയമില്ലാത്തൊരവസ്ഥ. ആർക്കാണ് ഭയം ഇല്ലാതിരിക്കുക? ആർക്കാണ്? who knows the protection. ശരിക്കും ആർക്കാണോ സംരക്ഷണം ഉള്ളവർക്ക് അവർക്ക് പിന്നെ ഭയത്തിന്റെ ആവശ്യമില്ല. പിന്നെ എന്തിനാ ഭയക്കേണ്ട ആവശ്യം എന്താണ്? See, so take refuge in the wisdom. അപ്പോ ഒരു പ്രശ്നം ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും, ലോകത്തിലെ ജനിച്ച എല്ലാ ആൾക്കാർക്കും പ്രശ്നമുണ്ട്. അത് പണ്ഡിതനായാലും പാമരനായാലും പ്രശ്നമാണ്. പോലീസിനും കള്ളനും പ്രശ്നം തന്നെയാണ്. പൊളിറ്റീഷ്യൻസിനും പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് കൂടുതൽ ആരൊക്കെയാണോ എല്ലാ ആൾക്കാർക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് രണ്ട് ചോയ്സ് ആണുള്ളത്. ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്ത് വേണം? നമുക്ക് റിലാക്സേഷൻ വേണം. ശരിയല്ലേ? ഒരു സ്വാതന്ത്ര്യം വേണം. ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് വേണം? ഒരു സൊല്യൂഷൻ വേണം, ഒരു റിലാക്സേഷൻ വേണം. അപ്പൊ നമുക്ക് രണ്ട് വഴികളാണ്. ഒന്നിക്കൽ നമുക്ക് അധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാം, അല്ലെങ്കിൽ ധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാം. എപ്പോഴും ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, വിഷമങ്ങൾ വരുന്ന സമയത്ത്, ക്രേവിങ്സ് ഉണ്ടാവുന്ന സമയത്ത്, ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവുന്ന സമയത്ത്, ഉത്കണ്ഠകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ പോവാം. ധർമ്മം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിന്റെ ഒടുക്കം എന്തായിരിക്കും? സന്തോഷത്തിലായിരിക്കും. രാവിലെ എഴുന്നേറ്റ് സാധനം ചെയ്യാൻ പറഞ്ഞ ബുദ്ധിമുട്ടാണ്, പക്ഷെ അതിന്റെ എൻഡ് എന്തായിരിക്കും? സുഖമായിരിക്കും. ധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാം, അല്ലെങ്കിൽ അധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാം. സോ ദർ ഈസ് എൻ എക്സാമ്പിൾ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവമാണ്, പറയട്ടെ? യെസ്, വെരി ഇൻട്രസ്റ്റിംഗ്. രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഇറ്റ്സ് ആക്ച്വലി ഹാപ്പൻ, സംഭവിച്ച കാര്യമാണ്. രണ്ട് സുഹൃത്തുക്കള്, അവര് കൂലിയാണ്, നിത്യവേതന, ദിവസമായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും, അതിന് കിട്ടിയ പൈസയൊക്കെ കൊണ്ടാണ് ജീവിതം പോകുന്നത്. രണ്ടുപേരും കല്യാണം കഴിച്ചു, കുട്ടിയുണ്ട്, വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുക, നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ആർട്ട് ഓഫ് ലിവിംഗിലേക്ക് കോഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവര് രണ്ടുപേരെയും കണ്ടുമുട്ടി. ഇപ്പൊ രണ്ടുപേരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോ രണ്ടുപേരുണ്ട്, ആ പേരൊന്നും ഞാൻ പറയില്ല, പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമുക്കൊരു പേരിടാം, കോരനും ചിണ്ടനും. കോരൻ ആൻഡ് ചിണ്ടൻ. അപ്പൊ കോരൻ ചിണ്ടനും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. അപ്പൊ കോരനോട് നമ്മൾ പറഞ്ഞു, ഇങ്ങനെ കോഴ്സ് ഉണ്ട്, നിങ്ങൾ വന്നു നോക്കൂ. അയാൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, കാരണം ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ടെൻഷനുണ്ട്, വേവലാതിയുണ്ട്. കാരണം മക്കളെ കാര്യം ആലോചിച്ചിട്ടും ഭാവിയെ കുറിച്ച് ആലോചിച്ചിട്ടൊക്കെ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രയാസത്തിലൊക്കെയാണ്. ഇതിനൊക്കെ ഒന്ന് പുറത്ത് കിടക്കണം എന്നുള്ളൊരു സ്വാതന്ത്ര്യം വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിന്റെ വഴി എന്താണെന്ന് മനസ്സിലാവുന്നില്ല.
ക്ഷണിച്ചു. അപ്പോൾ അദ്ദേഹം ജോലി ചെയ്തിട്ട് വരുന്ന സമയത്ത് കോഴ്സിന്റെ ഫീസ് ഡൊണേഷൻ 1000 രൂപയാണ്. നമ്മൾ പറഞ്ഞ 1000 രൂപയാണ്, അടുത്ത ആഴ്ചയാണ് ചൊവ്വാഴ്ചയാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പൊ അത് സമ്മതമായി. 500 രൂപയുടെ പോക്കറ്റ് ഉണ്ടെങ്കിൽ നന്നായി എടുത്ത് തന്ന് രജിസ്റ്റർ ചെയ്തു. പക്ഷെ മറ്റേ ആള് നമ്മളെ ആര് ചിണ്ടൻ ചിണ്ടൻ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വരും. ഇപ്പൊ തൽക്കാലം 500 രൂപ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, 500 രൂപ ഇപ്പൊ വെക്കും, നമ്മൾ വരുന്നു പറഞ്ഞു. അപ്പൊ നമ്മൾ പോയ ഉടനെ പിന്നീട് ഈ കോരം പറഞ്ഞ കഥയാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ പിന്നെ കാണുന്നില്ലല്ലോ, രജിസ്റ്റർ ചെയ്ത് നമ്മൾ പോയി. എന്നോട് പറഞ്ഞ് കുറച്ച് കഴിയുന്ന സമയത്ത് ഇവർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചിണ്ടൻ പറഞ്ഞു, എനിക്ക് വല്ല കാറ്റുണ്ട്, 1000 രൂപ കൊടുത്തിട്ട് ഈ കോഴ്സിന്റെ വല്ല ആവശ്യമുണ്ടോ? എന്തിന്റെ കേടാന്ന് എനിക്കിപ്പോ? ഒരു ആവശ്യമില്ലാത്ത വേണ്ടാത്ത പണി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ വെറുതെ എറിഞ്ഞു, ഇനി അനുഭവിച്ചോ. അതെ, കുറച്ച് കഴിയുന്ന സമയത്ത് അങ്ങനെ കോരന്റെ വഴിക്ക് പോയി, ചിണ്ടന്റെ വഴിക്ക് പോയി. ചിണ്ടൻ വഴിക്ക് പോണ വഴിയില് ഇദ്ദേഹത്തിന് വേറെ സുഹൃത്തിനെ കണ്ടിട്ട് നീ വരുന്നു, നമ്മള് ടൗണിൽ പോകുന്നുണ്ട്, ഒന്ന് വീശിട്ട് വരാം, ഒന്ന് ബാറിലേക്ക് പോയി ഒന്ന് വീശിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ ചിണ്ടൻ ഇതുവരെ കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ മനസ്സിലായി, എന്റെ പ്രശ്നങ്ങളൊക്കെ മാറുമോ, എന്റെ വിഷമങ്ങളൊക്കെ മാറുമോ? മാറുന്നു. കുടിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമാണ്, നല്ല കിക്കായി നല്ല സുഖമായിട്ട് കിടന്നാൽ യാതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, നീ പോന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൊടുക്കാം പൈസ. സന്തോഷമായി. പോയി 2 വീശിയ സമയത്ത് നല്ല സന്തോഷമായി, നല്ല സന്തോഷം വന്നു. പോന്ന വഴിക്ക് വീട്ടില് ഭാര്യയ്ക്ക് ഒരു ചുരിദാർ വാങ്ങിച്ചു, മക്കൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു, അച്ഛനും അമ്മക്ക് കുറച്ച് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. സന്തോഷമായി. എന്ത് 2 അടിച്ചാൽ എന്താ കുഴപ്പം? ഭാര്യക്ക്, വീട്ടിലെ എല്ലാ ആൾക്കാർക്കും സന്തോഷമാണ്. ഇത് എന്ത് ചെയ്തു, ദിവസം തുടർന്നു. അടുത്ത ദിവസം 3 4 തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് സാരിയും ചുരിദാറുമായി ഭാര്യക്ക് അടിയായി, ചീത്തയായി മാറി, സംഭവങ്ങളൊക്കെ മാറി. ഇപ്പൊ ജീവിതത്തിന്റെ അന്തരീക്ഷം മുഴുവനും മാറാൻ തുടങ്ങി. വിഷമങ്ങളും പ്രയാസങ്ങളായി. ഇപ്പൊ അവസാനം കുടി നിർത്താൻ വേണ്ടി പറ്റാത്ത അവസ്ഥയായി. അതിന്റെ മുകളിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വരാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ കിടന്നു. മൊത്തം പ്രശ്നങ്ങളായി. ഭാര്യയെ സംശയിക്കാൻ തുടങ്ങി. മറ്റേയാൾ ആർട്ടിഫിഷ്യലിന്റെ കോഴ്സൊക്കെ ചെയ്ത് സന്തോഷത്തോടുകൂടി സമാധാനത്തോടെ, അയാളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ആശ്വാസമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട് ഇപ്പൊ ജീവിതത്തില്. അപ്പൊ ആദ്യത്തെ നമ്മള് കോരന് വലിയ മാറ്റങ്ങളുണ്ട്, പക്ഷെ ചിണ്ടൻ ഇപ്പോഴെന്തായി? മുഴുക്കുടിയനായി. അവസാനം എന്ത് ചെയ്തു? തീർത്തു, ആത്മഹത്യ ചെയ്തു. സ്വന്തം ഭാര്യയെയും മക്കളെയും അച്ഛനെയും അമ്മയെയും അവരെ അവസാന സമയത്ത് പോറ്റി വളർത്തേണ്ട മകൻ എന്ത് ചെയ്തു? കുടിച്ച് കൂത്താടി, ഇഷ്ടം പോലെ കടാക്കി വെച്ച്, ഹോസ്പിറ്റലിൽ ഒരുപാട് പൈസ കൊണ്ട് ചിലവാക്കി, കടാക്കി വെച്ച് അവസാനം ആത്മഹത്യ ചെയ്തു. പറഞ്ഞെന്താണ്? 1000 രൂപ കൊടുത്തിട്ട് ഇപ്പൊ എത്രയാക്കി? ലക്ഷക്കണക്കിന് രൂപയുടെ കടുണ്ടാക്കി വെച്ചു. മറ്റേ ആളാണെങ്കിൽ 1000 രൂപ കൊടുത്ത് അദ്ദേഹത്തിന്റെ വിസ്തത്തിന്റെ പാതയിലേക്ക്, ഗുരുവിന്റെ പാതയിലേക്ക്, ആരിലേക്ക് അഭയാർത്ഥിയായി? ടേക്സ് റെഫ്യൂജസ് ഇൻ ദ വിസ്ഡം, അറിവിന്റെ പാതയിലേക്ക് വന്നു. അപ്പൊ എപ്പോഴാണ് അറിവിന്റെ പാതയിലേക്ക് വരുന്നത്, ഗുരുവിലേക്ക് വരുന്നത്, then you experience the real freedom. അപ്പോഴാണ് ശരിക്കുള്ള സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിച്ചറിയാം. പ്രശ്നങ്ങളൊക്കെ മാറാൻ തുടങ്ങും. യു ബിക്കം, അല്ലെ നമ്മളൊരു വിസ്ഡത്തിന്റെ പാതയിൽ നിൽക്കുന്ന സമയത്ത് എന്താവോ, ഒരു ഗുരുവിന്റെ പാതയിലേക്ക് വരുന്ന സമയത്ത് യു ബിക്കം ബിഗർ ദാൻ ദ പ്രോബ്ലം. നിങ്ങൾ പ്രശ്നത്തെക്കാളും വലുതായിട്ട് മാറും. മറിച്ചാണെങ്കിലോ അധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴെന്താവും? ദ പ്രോബ്ലം ഈസ് ബിഗർ ദാൻ, പ്രശ്നങ്ങൾ വലുതായിരിക്കും, നമ്മളെക്കാളും വലിയ പ്രശ്നങ്ങളായിരിക്കും. So take refuge in the wisdom. അറിവിന്റെ പാതയിലേക്ക്, attain me. അപ്പൊ അർജുനനോട് പറയാണ്, യു കം ടു മീ, അറിവിന്റെ പാതയിലേക്ക്, എന്നിലേക്ക് വരൂ. then you can experience the real freedom. ശരിക്കുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റും. എപ്പോഴേ? when you come to the wisdom. That wisdom is I am going to tell you. അതിനു മുന്നേ നീ എന്ത് ചെയ്യണം? You have to take refuge in me. ആശ്രയത്വം. This is called ഉപാശ്രയ എന്നൊക്കെ പറയും. ഉപാശ്രയ. ആ അറിവിലേക്ക് എന്ത് ചെയ്യാ? അറിവിലേക്ക് എത്തിച്ചേരുക.
then you experience the real freedom. അപ്പൊ അവിടെയും പറയുന്നത് കൃഷ്ണൻ പറയുന്നത് എന്താ അറിയോ, നോട്ട് ത്രൂ ദ എന്താണ് അന്ധവിശ്വാസത്തിലൂടെ അല്ല ഒരു ഗുരുവിന്റെ അടുത്തേക്ക് വരുന്നത്, അന്ധമായ വിശ്വാസത്തിലൂടെ അല്ല, ത്രൂ ദ എക്സ്പീരിയൻസ്, നിന്റെ അനുഭവത്തിലൂടെ അറിവിലൂടെ എന്ത് ചെയ്യാ, ഗുരുവിലേക്ക് എത്തുന്ന സമയത്ത് you experience the real freedom. വലിയൊരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിച്ചറിയും. You will be taken care of. പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് പറയുന്നത്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി you will be protected. നിങ്ങൾക്ക് സംരക്ഷണ ഒരു വലയം, ഒരു സംരക്ഷണ വലയം ഉണ്ടാവുന്ന, ഒരു കവചം ഉണ്ടാവുന്ന പറയുന്നത് നമുക്ക് ചുറ്റും. ഓക്കെ, സോ there is, എന്താണ് സംരക്ഷണ വാചകം? ആ ഒരു തലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, വിസ്റ്റത്തിലേക്കും അല്ലെങ്കിൽ അഭയാർത്ഥി ആവാൻ വേണ്ടിയിട്ട്, ഉപശ്രയനാവാൻ വേണ്ടിയിട്ട്, അങ്ങയുടെ പാദത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, അതിന്റെ മാർഗം എന്താണ്? That will you tell tomorrow. അത് നമുക്ക് നാളെ പറയും. എങ്ങനെയാണ് ആ പാദത്തിലേക്ക് എത്തുക, വിസ്റ്റത്തിലേക്ക് എത്തുക, അതിന് എന്ത് മാർഗമാണ്, എന്ത് സൂത്രമാണുള്ളത്? tell you tomorrow. And there will be a beautiful story between, ഒരു അഭയം പ്രാപിക്കുന്നതിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയുണ്ട്. ആര് തമ്മില്? ഭഗവാൻ കൃഷ്ണനും സുധാമിയും തമ്മിൽ. വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു കഥയുണ്ട്. tell you tomorrow. അപ്പൊ നമുക്ക് നാളെ പറയാം. ഓക്കെ, നല്ല വീഡിയോ ഉണ്ടാവും. ആ മോശം വീഡിയോയുടെ അടിയിൽ അതിന്റെ എത്ര ആൾക്കാർ കണ്ടു എന്ന് നോക്കിയാൽ മതി. ചിലപ്പോൾ അത് 25 മില്യണും 40 മില്യണും 50 മില്യണും അടിക്കും. പക്ഷെ ഏതെങ്കിലും ഒരു ഭഗവത്ഗീത ശ്ലോകം ചൊല്ലിട്ട് നല്ല അർത്ഥമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ 10 ആള്, 15 ആള്, 20 ആള്. This is the case. ഈ ഒരു മാർഗത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് is not easy. ധർമ്മത്തിന്റെ പാതയിൽ എനിക്ക് ഏത് എളുപ്പം? അധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കാൻ എളുപ്പം. പക്ഷെ ഏതാണ് ഗുണം ചെയ്യുക? ആത്യന്തികമായിട്ട് സന്തോഷം ഉണ്ടാവേണ്ടത് ധർമ്മത്തിന്റെ പാതയിൽ തന്നെയാണ്. രാധാരമൺ ഹരി ബോൽ, ജയ ജയ 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 രാധാരമൺ, ജയ ജയ രാധാരമൺ ഹരി ബോൽ, ജയ ജയ രാധാരമൺ ഹരി ബോൽ, ജയ ജയ രാധാരമൺ ഹരി